തിങ്കളാഴ്ച നിശ്ചയത്തിന് സിനിമയെ പറ്റി യാതൊന്നും അറിയാത്ത ഒരു കാലഘട്ടത്തിലാണ് സിനിമയിലേക്ക് വരുന്നത്. അപ്പൊ എങ്ങനെ അഭിനയിക്കണം, ഈ മീറ്റർ എന്നുള്ള കാര്യമൊക്കെ സിനിമയിൽ എന്താ മീറ്റർ എന്നൊക്കെ ആദ്യമായിട്ടാണ് അന്നേരം കേൾക്കുന്നത്. അതൊക്കെ പറഞ്ഞു തരും. നമുക്കൊരു അഭിനയം പഠിപ്പിക്കുകയൊക്കെ ചെയ്തത് ശരിക്കും രാജേഷ് ചേട്ടനും തന്നെയാണ്. അപ്പൊ ധീരനിലേക്ക് വരുമ്പോ അന്നൊരു സാറിനുള്ളൊരു രീതിയായിരുന്നു രാജേഷ് ചേട്ടനോട്. പക്ഷെ ധീരനിൽ അഭിനയിച്ച ഏട്ടനായപ്പോ ശരിക്കും ഏട്ടനായി. ഒരു ഏട്ടനെ പോലെ തന്നെയാണ് ഇപ്പൊ മനസ്സിൽ. മലയാള സിനിമയിലും ഇപ്പൊ ഒരു കുഞ്ഞേട്ടനാണ് രാജേഷ്. കാരണം എവിടെയെങ്കിലും രാജേഷ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് പ്രോമിസിങ്. അപ്പൊ ഞാൻ തീരുമാനിച്ചു, ഓക്കെ ഫസ്റ്റ് ഡേ ഐ എം ഗോയിങ് ഫോർ ദ ഫിലിം എന്നുള്ളത്. എല്ലാവരും ഇത് അതിനെ കുറിച്ച് പറയാൻ ഒരുപാടുണ്ട്, അതിലേക്ക് വരാം. അതിൽ ജസ്ലിന്റെ എല്ലാ എലമെന്റ്സും ഉണ്ട്. എവിടെ വെച്ചിട്ടാണ്, നമുക്ക് സിനിമയിൽ അത് പറയുന്നില്ലല്ലോ, എവിടെ വെച്ചിട്ടാണ് ഡിക്സനെ കിട്ടിയത്? ഡിക്സൺ ചിലപ്പോ പ്രണയൊക്കെ പൊട്ടിയിട്ട് വീട്ടുകാരായിട്ട് തീരുമാനിച്ച കല്യാണമായിരിക്കാം. കാരണം ഒരു നാട്ടിൻപുറത്തൊരു അങ്ങനെയുള്ള അറ്റ്മോസ്ഫിയറിലും ഒക്കെ ഇനി വീട്ടുകാർ പറയുന്നത് അനുസരിക്കാം. അതാണല്ലോ നല്ല കുട്ടി. എന്താ കാര്യങ്ങൾ നിനക്കൊന്ന് കഴിക്കാൻ വേണ്ടേ? വിശക്കുന്നില്ല. ഞാൻ എടുത്തു വെക്കും, കഴിച്ചിട്ട് കിടന്നാ മതി. ഉണ്ണിമായ നാലപ്പാട് നമ്മുടെ കൂടെയുണ്ട്. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് തിങ്കളാഴ്ച നിശ്ചയം കഴിഞ്ഞ സമയത്ത് ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് സജിനും ഉണ്ടായിരുന്നു നമ്മുടെ കൂടെ. തിങ്കളാഴ്ച നിശ്ചയത്തിന് തന്നെ സജിൻ ഉണ്ടായിരുന്നു. സജിനും നമുക്ക് തോന്നുന്നു നമ്മുടെ നെക്സ്റ്റ് ഡോർ ആളുകൾ തോന്നുന്ന രീതിയിലുള്ള ആളുകളായിരുന്നു. ഉണ്ണിമായതിനു ശേഷം ചെറിയൊരു ബ്രേക്ക് എടുത്തത് കുഞ്ഞും ഒക്കെ ആയിട്ട് വീടും കാര്യങ്ങളൊക്കെ ആയിട്ട് വളരെ രസകരമായ ഒരു സംവാദമായിരുന്നു അന്ന്. അതിന്റെ തുടർച്ചയെന്ന പോലെയാണ് എനിക്കിപ്പോഴും തോന്നുന്നത്. കാരണം ഇത്രയും വർഷങ്ങൾ അതിനുശേഷം കഴിഞ്ഞെന്ന് തോന്നുന്നില്ല. ഇൻഫാക്ട് അപ്പോ ഇപ്പോ ഏറ്റവും പുതിയതായിട്ട് ധീരനില് ജസ്ലിൻ എന്നാണ് കഥാപാത്രത്തിന്റെ പേരെന്നാണ് എന്റെ ഓർമ്മ. ആ കഥാപാത്രത്തിന്റെ പേരിനേക്കാൾ നമ്മളെ അത്രയും അനുഭവിപ്പിക്കുന്ന നമ്മുടെ നെക്സ്റ്റ് ഡോറിലുള്ള ഒരാളെ പോലെ തന്നെ നമുക്ക് ഇതിലും ഫീൽ ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ്. വളരെ ഭംഗിയായി ചെയ്തിട്ടുണ്ട്. അതിനിടയ്ക്ക് കുറച്ച് വേഷങ്ങൾ ചെയ്തിരുന്നു, അതിനെ കുറിച്ച് നമ്മൾ ടച്ച് ചെയ്ത് പോകാം. പക്ഷെ ധീരനെ കുറിച്ച് കൂടുതൽ, കാരണം ദാറ്റ് ഇസ് ഇൻ ദ തിയേറ്റേഴ്സ് നൗ. ഇറ്റ്സ് ഗോയിങ് വെരി വെൽ. സോ വെൽക്കം ഉണ്ണിമായ വൺസ് അഗൈൻ. താങ്ക് യു. ഒരു 3.5 വർഷത്തിന് ശേഷമാണ് വീണ്ടും വരുന്നത്. മുമ്പ് ഇന്റർവ്യൂ ചെയ്ത സമയത്ത് ഞാൻ മോനെ പ്രഗ്നന്റ് ആയിരുന്നു. ഇപ്പൊ മോന് 3.5 വയസ്സായി. കുറച്ച് പ്രോഗ്രസീവ് ആയിട്ട് ചിന്തിക്കല്ലാരും. ധീരനിലേക്ക് വരാനുണ്ടായ സാഹചര്യത്തിൽ നമുക്ക് തുടങ്ങാം. ധീരനിലേക്ക് വരാനുള്ള സാഹചര്യം, ധീരന്റെ ഫസ്റ്റ് പോസ്റ്റർ ഒക്കെ വന്ന സമയത്ത് ഞാനതൊക്കെ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഷെയർ ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. അതായത് നമുക്ക് വേണ്ടപ്പെട്ട ആരുടെയോ പടം വരുന്നു എന്നൊരു ഫീൽ ആയിരുന്നു ധീരന്റെ പോസ്റ്റർ ഫസ്റ്റ് ഇറങ്ങിയപ്പോ തന്നെ. പിന്നെ ഇപ്പോഴും ആകസ്മികമായിട്ട് ഒരു ദിവസം ഒരു കോള് വന്നു. ഞാൻ കണ്ണൂരായിരുന്നു, ഹസ്ബൻഡിന്റെ വീട്ടിലായിരുന്നു. അപ്പൊ ഓഡീഷൻ ഉണ്ടോ, ഒന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ എന്ന് പറഞ്ഞിട്ടൊരു കോള് വന്നു. ഉടനെ ഒരു 11 മണിക്കെങ്ങാനാണ് കോള് വന്നത്. ഉടനെ തന്നെ ഡ്രസ്സ് പാക്ക് ചെയ്തു, കുട്ടീനെ എടുക്കുന്നു, റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നു. അങ്ങനെ ഞാനും അവനും കൂടിയിട്ട് ആണ് എറണാകുളത്തേക്ക് വന്ന്. ഹസ്ബൻഡ് എറണാകുളത്ത് തന്നെ ഉണ്ടായിരുന്നു. സാധാരണ ഞാൻ ഭയങ്കര എക്സ്ക്യൂസ് പറയാണ്, കുഞ്ഞിനെയും കൊണ്ട് എനിക്ക് ഒറ്റയ്ക്ക് ട്രെയിനിൽ വരാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞിട്ട് കഴിവ് പറഞ്ഞിട്ട് സാധാരണ പോവാത്ത ആളാണ്. പക്ഷെ ഇത് എന്റെ ആവശ്യമായതുകൊണ്ട് തന്നെ ഒന്നും ചിന്തിച്ചില്ല. അടുത്ത ട്രെയിൻ തന്നെ, അതും നല്ലൊരു സിനിമാറ്റിക് സ്റ്റോറി പോലെയായിരുന്നു അന്നത്തെ ആ ഒരു ട്രെയിൻ ജേർണിയും. അത് കാരണം ടിക്കറ്റ് പ്രോപ്പർ ആയിട്ട് കിട്ടിയിരുന്നില്ല. ജനറൽ കമ്പാർട്ട്മെന്റ് പോലും ഇല്ലാത്തൊരു ട്രെയിനിലാണ് കയറിയത്. എനിക്ക് അറിയില്ലായിരുന്നു ജനറൽ കമ്പാർട്ട്മെന്റ് പൂനെന്ന് വരുന്ന ഒരു എക്സ്പ്രസ് ആയിരുന്നു. അതില് മൊത്തം റിസർവ്ഡ് ആയിരുന്നു. എന്നാലും ടി.ടി.ആറിനോട് ചോദിച്ചു, ഞാൻ കയറിക്കോട്ടെ ചോദിച്ചപ്പോ കയ്യിൽ കൊച്ചിനൊക്കെ കണ്ടപ്പോ പറഞ്ഞു, ഓ കയറിക്കോ, പാവം തോന്നി. അങ്ങനെ കയറിയിട്ടാണ് അടുത്ത ട്രെയിനിൽ എറണാകുളത്തേക്ക് എത്തിയിട്ട് ഓഡീഷൻ അറ്റൻഡ് ചെയ്തത്. അപ്പൊ ജസ്ലിൻ എന്നുള്ള ക്യാരക്ടറിന് വേണ്ടി മാത്രമുള്ള ഓഡീഷൻ ആയിരുന്നു അന്ന്. അപ്പൊ അറ്റൻഡ് ചെയ്ത് കിട്ടി. ഓഡീഷൻ അറ്റൻഡ് ചെയ്ത് പടത്തിലേക്ക് വന്നപ്പോ എല്ലാരും പറയുന്നു, രാജേഷ് ചേട്ടനെയും അതായത് രാജേഷ് മാധവനെയും എന്നെയും അമ്മയും അഭിനയിച്ചാണ് ഒരേ കുടുംബത്തെ പോലെ തന്നെ ഉണ്ട്, നിങ്ങൾ എങ്ങനെ ഇങ്ങനെ കാസ്റ്റ് ചെയ്തെന്ന് ചോദിച്ചു. ഏറ്റവും നല്ല റെസ്പോൺസ് അതായിരുന്നു, നിങ്ങൾ ശരിക്കും അമ്മയും മക്കളും തന്നെയാണോ എന്നുള്ള രീതിയിൽ. ഇൻഫാക്ട് ഒരേ കുടുംബത്തിൽ ആണെന്ന് പറയാം. കാരണം രാജേഷ് വാസ് ഓൾസോ ദേർ ആസ് എ ക്രിയേറ്റീവ് ഡയറക്ടർ ആൻഡ് കാസ്റ്റിംഗ് ഡയറക്ടർ ഇൻ തിങ്കളാഴ്ച നിശ്ചയം. അപ്പൊ അവിടെയും ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ടാവുമല്ലോ. അവിടെയും ഒരുമിച്ച് വർക്ക് ചെയ്തു. അപ്പൊ ആ തിങ്കളാഴ്ച നിശ്ചയത്തിന് സിനിമയെ പറ്റി യാതൊന്നും അറിയാത്ത ഒരു കാലഘട്ടത്തിലാണ് സിനിമയിലേക്ക് വരുന്നത്. അപ്പൊ എങ്ങനെ അഭിനയിക്കണം, ഈ മീറ്റർ എന്നുള്ള കാര്യമൊക്കെ സിനിമയിൽ എന്താ മീറ്റർ എന്നൊക്കെ ആദ്യമായിട്ടാണ് അന്നേരം കേൾക്കുന്നത്. അതൊക്കെ പറഞ്ഞു തരും. നമുക്കൊരു അഭിനയം പഠിപ്പിക്കുകയൊക്കെ ചെയ്തത് ശരിക്കും രാജേഷ് ചേട്ടനും തന്നെയാണ്. അപ്പൊ ധീരനിലേക്ക് വരുമ്പോ അന്നൊരു സാറിനുള്ളൊരു രീതിയായിരുന്നു രാജേഷ് ചേട്ടനോട്. പക്ഷെ ധീരനിൽ അഭിനയിച്ച ഏട്ടനായപ്പോ ശരിക്കും ഏട്ടനായി. ഒരു ഏട്ടനെ പോലെ തന്നെയാണ് ഇപ്പൊ മനസ്സിൽ. മലയാള സിനിമയിലും ഇപ്പൊ ഒരു കുഞ്ഞേട്ടനാണ് രാജേഷ്. കാരണം
എവിടെയെങ്കിലും രാജേഷ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് പ്രോമിസിങ്. അപ്പൊ ഞാൻ തീരുമാനിച്ചു, ഓക്കെ ഫസ്റ്റ് ഡേ ഐ എം ഗോയിങ് ഫോർ ദ ഫിലിം എന്നുള്ളത്. കാരണം അവിടെ അദ്ദേഹത്തിന്റെ ഒരു എലിമെന്റ് എന്തെങ്കിലും ഉണ്ടാവും എന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. ഇതിലും പ്രത്യേകിച്ച് എല്ലാവരും ഇത് അതിനെക്കുറിച്ച് പറയാൻ ഒരുപാടുണ്ട്. അതിലേക്ക് വരാം. അപ്പോൾ ഈ ഓഡിഷന്റെ കാര്യം ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് അടുത്തിരിക്കും. അപ്പൊ ആരൊക്കെ ഉണ്ടായിരുന്നു ഓഡിഷൻ? എന്തായിരുന്നു ചെയ്യാൻ ആവശ്യപ്പെട്ടത്? ഓഡീഷന് ദേവൻ ഉണ്ടായിരുന്നു, ധീരന്റെ ഡയറക്ടർ ആയിട്ടുള്ള ദേവദത്ത് ഷാജി ഉണ്ടായിരുന്നു, പിന്നെ റൈന ഉണ്ടായിരുന്നു. ധീരന്റെ തന്നെ അസിസ്റ്റന്റ് ഡയറക്ടറാണ് റൈന. പിന്നെ നമ്മുടെ DOP ആയിട്ടുള്ള ഹരീഷ്ണൻ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു, എനിക്ക് അന്ന് ഓർമ്മയില്ല. പിന്നെ നമ്മൾ ചാപ്പ എന്ന പേര് അങ്ങനെയാണ് എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുക, അതുകൊണ്ട് കറക്റ്റ് അവരുടെ ഗോപികൃഷ്ണൻ ചേട്ടൻ ഉണ്ടായിരുന്നു, അഖിൽ ഉണ്ടായിരുന്നു. അങ്ങനെ അതായത് ഡിറക്ഷൻ ടീമിലുള്ള അസിസ്റ്റന്റ് ഡയറക്ടേഴ്സും കാര്യങ്ങളും എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഫിൻചേട്ടൻ, എഡിറ്റർ ഫിൻചേട്ടൻ ഉണ്ടായിരുന്നു. എന്നെ കൂടി ചെയ്യിപ്പിച്ചത് ഞാനും റെയിനിയും തമ്മിലൊരു കോൺവെർസേഷൻ ആയിരുന്നു. അതായത് എനിക്കൊരു ഇതിന്റെ ഒരു ബാക്ക് സ്റ്റോറിയാണ് ചെയ്യിപ്പിച്ചത്. ഇതിലില്ലാതെ എനിക്കൊരു കാമുകൻ ഉണ്ടായിരുന്നു. ആ കാമുകൻ എന്നെ പറ്റിച്ചിട്ട് പോയപ്പോ ആ വിഷമമാണ് ഞാൻ പറയേണ്ടത്. അതേസമയം ഞാൻ വളരെ ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു കാമുകിയാണ്, ഒരു ഗ്രാമാന്തരീക്ഷത്തിൽ ജീവിക്കുന്ന ഒരു കുട്ടിയാണ്. എന്നാൽ സ്വയം കരുതുന്നത് ഞാൻ പ്രോഗ്രസീവ് ആണ് എന്ന് സ്വയം കരുതുകയും എന്നാൽ ആ പ്രോഗ്രസീവ്നെസിന്റെ അത്ര അടുത്തെത്തുകയും ചെയ്യുന്നില്ല. അതാണ് ആ ഒരു ക്യാരക്ടറിന്റെ ബാക്ക് സ്റ്റോറി. നമുക്ക് ഇതില് ധീരനിലും തന്നെ ഒരു ഡയലോഗ് പറഞ്ഞിട്ട് അവളുടെ അമ്മയുടെ ഒരു പ്രോഗ്രസ് കാർഡ് എന്നുള്ളൊരു ഡയലോഗ് കേൾക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറയുന്ന ഒരു ലൈൻ ആണെങ്കിൽ തന്നെ ഞാൻ സ്വയം ചിന്തിക്കുന്നത് ഞാൻ ഭയങ്കര പ്രോഗ്രസീവ് ആണ് എന്നാണ്. എന്നാൽ നാട്ടുമ്പുറത്തിൻ്റെതായിട്ടുള്ള എല്ലാ ചട്ടക്കൂടിനുള്ളിൽ നിൽക്കുന്ന ഒരു ക്യാരക്ടറുമാണ്. അപ്പൊ ആ ഒരു ബാക്ക് സ്റ്റോറിയാണ്. അപ്പൊ എന്നെ കാമുകൻ ഉപേക്ഷിച്ചിട്ട് പോയി. അപ്പൊ അതിൽ ഞാൻ വിഷമിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാലും കാമുകനെ ഞാൻ കുറ്റപ്പെടുത്തുന്നുമില്ല. അത് അവന്റെ സാഹചര്യം കൊണ്ടായിരിക്കും എന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നതിന്റെ ഇടയിൽ വേറെ ആരുടെയോ പ്രണയകഥ പറയുന്നു. ഞാൻ ഇന്ന് അവിടെ കണ്ടായിരുന്നല്ലോ, അവളെന്താ അവിടെ വന്ന ഒരു ഷിഫ്റ്റ് വരുന്നു. അത് പറഞ്ഞിട്ട് വീണ്ടും സ്വയം ഓർമ്മ വരുന്നു, അയ്യോ ഞാൻ പ്രണയം ബ്രേക്കപ്പ് ആയിട്ട് ഇരിക്കുകയാണെന്നുള്ള ഓർമ്മയിലേക്ക് വരുന്നു, വീണ്ടും കരച്ചില് വരുന്നു. ആ ഒരു സംഭവമാണ് ചെയ്യിപ്പിച്ചത്. അതിൽ ജസ്ലിന്റെ എല്ലാ എലമെന്റ്സും ഉണ്ട്. എവിടെ വെച്ചിട്ടാണ്, നമുക്ക് സിനിമയിൽ അത് പറയുന്നില്ലല്ലോ, എവിടെ വെച്ചിട്ടാണ് ഡിക്സനെ കിട്ടിയത്? ഡിക്സൺ ചിലപ്പോ പ്രണയമൊക്കെ പൊട്ടിയിട്ട് വീട്ടുകാരായിട്ട് തീരുമാനിച്ച കല്യാണമായിരിക്കും. കാരണം ഒരു നാട്ടിൻപുറത്തൊരു അങ്ങനെയുള്ള അറ്റ്മോസ്ഫിയറിലൊക്കെ ഇനി വീട്ടുകാർ പറയുന്നത് അനുസരിക്കാം, അതാണല്ലോ നല്ല കുട്ടി. കാരണം ജസ്ലിന് ഒരു നല്ല കുട്ടി ഇമേജ് കീപ്പ് ചെയ്യുന്ന ഒരാളാണ് അതില്. അങ്ങനെയായിരിക്കും. അപ്പൊ ചേട്ടനൊക്കെ പോയതിനു ശേഷം വീട്ടുകാരായിട്ട് കണ്ടെത്തിയ അനുഗ്രഹീത കലാകാരനെ കല്യാണം കഴിക്കുന്നു. 100% എന്റർടൈനർ എന്നുള്ളതാണ്. മിമിക്രി, പാട്ട്, ഭക്തിഗാനം എല്ലാം ഉണ്ട്. നല്ല ക്യാരക്ടറായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പടം കണ്ടപ്പോ അബ്രാമേട്ടൻ ചെയ്ത ക്യാരക്ടർ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഹീസ് യെറ്റ് അനദർ ഒരു പ്രോമിസിങ്. കാരണം ഈ ഒരു പ്രൊഡക്ഷൻ ടീമിന്റെ ചേഴ്സ് എന്റർടൈൻമെന്റിന്റെ ജാനേമനിലും പുള്ളി തകർത്താണ്. അതെ. ഫിലിമിലെ പാർട്ട്ണറുടെ കാര്യം വെച്ചിട്ട് ഹൗ ഇസ് ഇറ്റ് വർക്കിംഗ് വിത്ത് ഹിം? ആക്ച്വലി എനിക്ക് എന്റെ കൂടെ അഭിനയിക്കുന്ന ആൾക്കാരോട് എനിക്ക് നല്ല കംഫർട്ടബിൾ ആണ്. നല്ല പെട്ടെന്നൊരു ഫ്രണ്ട്ലി. ഞാൻ ഒന്നാമത് സംസാരിക്കും, പക്ഷെ കമ്പനി ആവാൻ കുറച്ച് പുറകോട്ടുള്ള ഒരു ആളാണ്. കമ്പനി ആയി കഴിഞ്ഞാൽ പിന്നെ എന്നെ പിടിച്ചാൽ കിട്ടില്ല, ഭയങ്കരമായിട്ട് വർത്താനൊക്കെ പറഞ്ഞു. ആ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉള്ള ഒരാളാണ്. അപ്പൊ എനിക്ക് എപ്പോഴും ഞാൻ കുറച്ച് കോൺഷ്യസ് ആകും, കൂടെ അഭിനയിക്കുന്ന ആള് എങ്ങനെയായിരിക്കും, അങ്ങനെ ഒരു ചെറിയൊരു കോൺഷ്യസ് ഉണ്ടാവാറുണ്ട്. അപ്പൊ ധീരന്റെ പൂജക്ക് പോയ സമയത്ത് തന്നെ അഭിറാമേട്ടൻ ഞാൻ ഇങ്ങനെ ദൂരത്ത് നിന്ന് കണ്ടു. പിന്നെ അഭിറാമേട്ടൻ ഞാനാണ് ജസ്റ്റ് എന്ന് പറയാൻ പോകുമ്പോഴേക്കും അഭിറാമേട്ടൻ പറഞ്ഞിട്ട് എന്നെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഹഗ് ചെയ്തു. ഓക്കെ സെറ്റ്. കാരണം പുള്ളിക്ക് പറയാം ഞാനാണ് പുള്ളിയുടെ പേരായിട്ട് അഭിനയിക്കാൻ പോകുന്നത്. ആ ഒരു ഐസ് ബ്രേക്കിംഗ് അവിടെ നടന്നു. പിന്നെ ഒന്നും പ്രശ്നമില്ല. നമുക്ക് നമ്മുടെ ക്യാരക്ടറിനെ കുറിച്ച് ഒരു പരിചയപ്പെടുത്തേണ്ട ആവശ്യമോ ഒന്നും വന്നില്ല. എനിക്കറിയാം നീയാണ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ സംസാരിച്ചു. പിന്നെ ഞങ്ങൾക്ക് 2 സീൻസ് മാത്രമേ ഒരുമിച്ച് ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന് ആ ഒരു കഞ്ഞി പിടിക്കുന്ന ഒരു സീനും പിന്നെ വീട്ടിലേക്ക് ഓടി വരുന്ന ഒരു സീനും അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ലൊക്കേഷൻ നമ്മൾ അങ്ങനെ ഒരുപാട് സംസാരിക്കാനോ കാര്യങ്ങളൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ആ സീൻ എടുക്കുക. പക്ഷെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പുള്ളി ഭയങ്കരമായിട്ട് ബൈക്കിൽ വന്നിട്ടേ ആ ഹെൽമെറ്റ് ഒക്കെ അഴിച്ചിട്ട് അതൊന്നും ചിന്തിക്കുന്ന വരെയില്ല. അങ്ങനെയൊക്കെ ആ സീനിൽ ചെയ്യാൻ പറ്റും. പക്ഷെ അത് സ്ക്രീനിൽ കാണുന്ന സമയത്ത് ഭയങ്കര ഭംഗിയായിട്ടുണ്ട്. ഞാനിങ്ങനെ കരഞ്ഞുകൊണ്ട് ഓടുകയാണ്. പുള്ളീനെ ആദ്യമായിട്ടാണ് എല്ലാ കുടുംബക്കാരും അങ്ങനെ കാണുന്നത്. അപ്പൊ പുള്ളിയുടെ ഗ്ലാമർ ഒക്കെ ഒന്ന് സെറ്റ് ചെയ്ത് ആ ഒരു ഇമേജ് കീപ്പ് ചെയ്യേ പറ്റുള്ളൂ. അപ്പൊ ഹെൽമെറ്റ് ഒക്കെ ഒരു കണ്ണാടിയൊക്കെ നോക്കി ഞാനത് പിന്നെ മോണിറ്ററിൽ കാണുമ്പോൾ കൊള്ളാനോ, ഇങ്ങനെയൊക്കെ നമുക്ക് ഇംപ്രവൈസ് ചെയ്യാല്ലേ. എല്ലാം ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് ആണ്. ഒരുപക്ഷെ ഞാനാണ് ആ ക്യാരക്ടർ ചെയ്യുന്നതെങ്കിൽ ഞാൻ ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ചിട്ട് ഓക്കെ മരണ വീടാണ് ആ ഒരു ഇതനുസരിച്ചിട്ടായിരിക്കും എന്റെ മൂഡ് ഞാൻ പിടിക്കാം.
പക്ഷെ പുള്ളി ആ ക്യാരക്ടറായിട്ട് ഡിക്സൺ ആയിട്ടാണ് അവിടെ പെരുമാറുന്നത്. അവിടെ പുറത്തുള്ള അറ്റ്മോസ്ഫിയർ എന്താണെന്ന് പുള്ളി ബാധിക്കുന്നില്ല. ഡിക്സൺ എല്ലാവരുടെ മുമ്പിലും ഭയങ്കര അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. സ്വയം ആ, യാത്രയിൽ പോകുന്ന സമയത്ത് എല്ലാവരോടും ഇങ്ങനെ, അതായത് ഞാൻ ഭയങ്കര ഫേമസ് ആണ് എന്നെല്ലാവരും തിരിച്ചറിയും എന്നുള്ള ഒരു ഇമേജ് കോൺഷ്യസ് ആണ് ഡിക്സൺ. അപ്പൊ ആ ഒരു ക്യാരക്ടറൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ശരിക്കും അഭിരാമേട്ടനൊക്കെ നോക്കി പഠിക്കാനുണ്ട് പല പല കാര്യങ്ങൾ. അതൊക്കെ ഒരു നല്ലൊരു ലേണിംഗ് എക്സ്പീരിയൻസ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. നൈസ്. ഇത് പറയുമ്പോൾ ഇതിൽ ഒരുപാട് സീനിയർ എല്ലാവരും എനിക്ക് ഫിലിം കണ്ടപ്പോൾ ഭയങ്കര എന്താ വളരെ ഇംപ്രസീവ് ആയിട്ടായിരുന്നു അവരുടെ ഒരു ഓരോരുത്തരുടെയും പെർഫോമൻസ്. പ്രത്യേകിച്ച് മനോജ് കെ ജയനൊക്കെ ശരിക്കും അഴിഞ്ഞാടിയിട്ടുണ്ട് സിനിമയിലെ ഓൺ സ്ക്രീൻ. ലൈക്ക് വെരി വെരി ഇംപ്രസീവ് എല്ലാവരും ഫോർ ദാറ്റ് മാറ്റർ. അപ്പൊ കോമ്പിനേഷൻ സീൻസ് അധികം ഇല്ലായിരിക്കാം, പക്ഷെ ഒരുപക്ഷെ സെറ്റില് അവരൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. സോ ഹൗ വാസ് ദാറ്റ് എക്സ്പീരിയൻസ്? എനിക്ക് ജഗദീഷ് ചേട്ടന്റെ പരിവാറിന്റെ സെറ്റിനെ അറിയായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ജഗദീഷ് ചേട്ടനുമായിട്ട് നല്ല കമ്പനി ആയിരുന്നു. പിന്നെ ഉള്ളത് സുധീഷ് ചേട്ടൻ, അശോകൻ ചേട്ടൻ, മനോജ് ചേട്ടൻ. അപ്പൊ അവരോടൊക്കെ എനിക്ക് കോമ്പിനേഷൻ അങ്ങനെ ആ ഒരു ഉത്സവപ്പറമ്പ് എന്നുള്ള ഒരു സീന് മാത്രമേ കൂടുതൽ വരുന്നുള്ളൂ. അതല്ലാണ്ട് അവരെ സെറ്റിൽ നിന്ന് കാണുമ്പോൾ സംസാരിക്കുകയും ഓരോരോ മുമ്പേ അഭിനയിച്ച സിനിമയുടെ കാര്യങ്ങളൊക്കെ ചോദിക്കുകയും എല്ലാവരും നമുക്ക് എന്തെങ്കിലും പഠിക്കാൻ പറ്റുക എന്നുള്ളതാണ് എന്റെ ആവശ്യം. അപ്പൊ അവരുടെ എക്സ്പീരിയൻസ് ഒക്കെ ചോദിക്കുകയും അങ്ങനെയൊക്കെ ചെയ്തു. കൂടെ അഭിനയിക്കാൻ അങ്ങനെ സ്ക്രീൻ സ്പേസ് എനിക്ക് കുറവായിരുന്നു. ഞാനൊക്കെ ചെറുപ്പത്തിലെ സിനിമ കാണാൻ തുടങ്ങിയ കാലം മുതലേ കണ്ട് വളരുന്ന മുഖമാണ്. അപ്പോ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല ഇവരുടെ കൂടെയൊക്കെ അഭിനയിക്കാൻ പറ്റും. എന്റെ മനസ്സിലുള്ള ഒരു ആഗ്രഹമാണ് ഒരു സിനിമയിൽ ഏതെങ്കിലും ഒരു കാലത്ത് അഭിനയിക്കണം. അത്ര ചെറിയൊരു ആഗ്രഹമായിരുന്നു. പക്ഷേ തിങ്കളാഴ്ച നിശ്ചയം എനിക്ക് വലിയൊരു വാതായനാണ് തുറന്നു തന്നത്. വലിയൊരു ലോകമാണ്, സിനിമയുടെ ഒരു ലോകം എനിക്ക് തുറന്നു ആ തന്നത്. സന്തോഷേട്ടനെക്കാളും നീളലുണ്ട്. നേരമെല്ലാം കണക്കനെപ്പാ. അപ്പോ ഇവരുടെ കൂടെയൊക്കെ അഭിനയിച്ചായിരിക്കും അതിലൊക്കെ ഗ്രേറ്റ്ഫുൾ ആയിട്ടാണ് കാണുന്നത്. ഇനിയും ഇപ്പോ ആഗ്രഹങ്ങൾ കൂടി കൂടി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി എനിക്ക് ഇന്ന ആളുടെ കൂടെ അഭിനയിക്കണേ, ഇനി ഇന്ന്. ശരിക്കും എന്റെ മനസ്സിൽ ഈ സുകുമാരി ചേച്ചി, ലളിതാമ്മ, ഇന്നസെന്റ് ഏട്ടൻ ഇവരൊക്കെ വളരെ ആരാധനയോടുകൂടി കണ്ടിട്ടുള്ള ആൾക്കാരാണ്. പക്ഷെ അവരൊന്ന് നേരിട്ട് കാണേണ്ട ഒരു ഭാഗ്യം പോലും ലഭിച്ചിട്ടില്ല. അപ്പൊ ഇനിയുള്ള മലയാള സിനിമയിലെ ലെജൻസിനൊക്കെ കാണണം, അവരുടെ കൂടെ അഭിനയിക്കണം, അതൊക്കെയാണ് ആഗ്രഹമുള്ളത്. അതിൽ കാണുന്ന ഏറ്റവും ആഗ്രഹം ഉണ്ടായിരുന്നത് ഇന്ദ്രൻസ് ചേട്ടനായിരുന്നു. പുള്ളിയുടെ കൂടെ പരിവാറിൽ ത്രൂ ഔട്ട് അഭിനയിക്കാൻ പറ്റും. ലൊക്കേഷനിലൊക്കെ ഇവരെങ്ങനെയാ അവരുടെ ഇന്ററാക്ഷൻസ് അതൊക്കെ? എല്ലാരും അവരൊക്കെ ഒരു ഗ്രൂപ്പായിട്ട് ഇരുന്ന് പാട്ട് പാടുക, അന്താക്ഷരി കളിക്കുക, പരസ്പരം തമാശ പറയാം. ശരിക്കും ഇതിന്റെ പ്രൊമോഷനിലൊക്കെ കാണുമ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ട്രോൾ തന്നെയായിരുന്നു. നല്ല രസമായിരുന്നു അതൊക്കെ. സീനിയർ ഗ്യാങ് കാരണം അവർക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനുണ്ടല്ലോ. ഇത്രയും വർഷത്തെ ജേർണി. അപ്പോ ഒരാൾക്ക് ഓർമ്മയില്ലാത്തത് മറ്റാൾക്ക് ഓർമ്മയുണ്ടാവും, അത് പറഞ്ഞ് ഓർമ്മപ്പെടുത്തുക. അപ്പൊ എല്ലാവരും നല്ല രസമായിരുന്നു. ശരിക്കും ഒരു സീറോ ഈഗോ, അങ്ങനെ ഒരു ഈഗോ ഫ്രീ ആയിട്ടുള്ള ഒരു സെറ്റ് ആയിരുന്നു. ഇത്രയധികം ആർട്ടിസ്റ്റുകളുണ്ട്, ഒരുപാട് ലേഡീസ് ഉണ്ട്, ഒരുപാട് ജെന്റ്സ് ഉണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ ആരും പരസ്പരം യാതൊരു വിധ പ്രശ്നവും ഇല്ലാത്തൊരു സെറ്റ്. എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ ചെറുപ്പം തൊട്ടേ കണ്ടിട്ടുള്ള, സിനിമ കാണാൻ തുടങ്ങിയ കാലഘട്ടം മുതലേ കാണുന്ന ആൾക്കാരാണ്. അതായത് എന്നെക്കാളും പ്രായമുണ്ട് ഇവരുടെ ആ ഒരു ആക്ടിങ് എക്സ്പീരിയൻസിന്. അപ്പോ ഇപ്പോഴാണെങ്കിൽ പോലും നമ്മൾ നോർമൽ ആയിട്ട് പറയുന്ന ഓരോരോ കാര്യങ്ങൾ, തോമസുട്ടി വിട്ടോടാന്നൊക്കെ, അതൊക്കെ ഇവരുടെ കോൺട്രിബ്യൂഷൻ ആണ് നമുക്ക്. പല കാര്യങ്ങളും നമ്മുടെ സംസാരത്തിൽ ഈ ഡയലോഗ്സ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ എന്താ പറയണ്ട, അവരുടെ ഭാഗമായിരുന്ന കാര്യങ്ങൾ നമ്മളുടെ കൂടെ ഭാഗമാകുന്നു. നമ്മൾ കണ്ടു വളർന്ന ആൾക്കാരുടെ നമ്മൾ നേരിട്ട് കാണാൻ പറ്റുന്നു, അവരുടെ കൂടെ അഭിനയിക്കാൻ പറ്റുന്നു എന്നൊക്കെയുള്ളത് വലിയൊരു ഭാഗ്യമായിട്ട് തന്നെയാണ് ഞാൻ കരുതുന്നത്. അപ്പോ ഇപ്പോ അശോകൻ ചേട്ടനാണെങ്കിലും സുധീഷ് ചേട്ടൻ രണ്ട് സുധീഷ് ചേട്ടനായിട്ട് എടുക്കാം. കുറച്ചു കാലം മുമ്പുള്ള സുധീഷ് ചേട്ടനാണെങ്കിൽ നമുക്ക് മണിച്ചിത്രത്താഴിലൊക്കെ പോലെ പാവം പയ്യൻ, എല്ലാ സിനിമകളിലും എല്ലാവർക്കും കളിയാക്കാനൊക്കെ ഉള്ള ഒരു പ്രൊഡക്റ്റ്. അവനൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാരില്ല, അവൻ വിഷമിച്ചോട്ടെ. പക്ഷെ ഒരു കാലഘട്ടത്തിന് അപ്പുറത്തേക്ക് സുധീഷ് ചേട്ടൻ വരുമ്പോ ഇനി എന്നെ പിടിച്ചാൽ കിട്ടൂല എന്നുള്ള രീതിയിലുള്ള സുധീഷ് ചേട്ടനാണ് ഇപ്പോഴത്തെ സുധീഷ് ചേട്ടൻ. അപ്പൊ അവരുടെയൊക്കെ ആ ഒരു ആക്ടിങ് ഷിഫ്റ്റ് തന്നെ കാണാൻ നല്ല രസമുണ്ട്. അപ്പൊ അവരുടെ കൂടെ ഒരു ക്യാരക്ടറായിട്ട് ചെയ്യാൻ പറ്റുക, ഒന്നും ഡയലോഗ് തന്നെ വേണമെന്നില്ല, ആസ് എ ഫിലിമിൽ പോയി ഇങ്ങനെ നിൽക്കാൻ പറ്റുക എന്നുള്ളത് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. മമ്മൂക്കയുടെ ഇന്റർവ്യൂലൊക്കെ കാണുമ്പോൾ പറയണം, എനിക്ക് ഇനിയും മതിയായിട്ടില്ല. സിനിമ എന്നുള്ളത് എന്നെ സംബന്ധിച്ചൊരു ലഹരിയാണ്. എനിക്ക് ഇനിയും അഭിനയിക്കണം, ഇനി അഭിനയിക്കണം എന്ന് പറയുന്നത് പോലെ സിനിമ തരുന്ന ഒരു ലഹരി അത് വേറെ തന്നെയാണ്. നമുക്ക് ഫെയിമോ അങ്ങനെയൊന്നും അല്ല, ഒരു ശരിക്കും ഒരു എക്സ്പീരിയൻസ് ആണ്, ലേണിംഗ് എക്സ്പീരിയൻസ് ആയിട്ടാണ് ഞാൻ സിനിമയെ കണക്കാക്കുന്നത്. പിന്നെ ഈ നമ്മുടെ സെറ്റില് എല്ലാവരും ഇങ്ങനെ ഒരുമിച്ച് നിർത്തിയതിലും ഒക്കെ ദേവന്
നമ്മുടെ ഡയറക്റ്റ് ആയിട്ടുള്ള ദേവദത്ത് ഷാജി. ഇപ്പൊ ദേവന് നല്ല പങ്കുണ്ട്. ശരിക്കും ദേവൻ എന്നെക്കാളും പ്രായം കുറവാ. അങ്ങനെ ഒരു എന്നെക്കാളും ഇളയതാണ് ദേവൻ. അപ്പൊ ദേവനൊക്കെ ഇവരെല്ലാരും ഇങ്ങനെ ഒത്തിരിച്ച് കൊണ്ടുപോകുന്നു, നല്ലൊരു സിനിമ ചെയ്യുന്നു. ദേവൻ ഭയങ്കരമായിട്ടുള്ള ഒരു കഴിവായിട്ട്, ദേവൻ ഒട്ടും ഡോമിനേറ്റിംഗ് അല്ല. ദേവൻ എനിക്ക് ഇത് വേണം അതിനൊരു ഒച്ച ഉയർത്തി സംസാരിക്കുന്ന ഒരാൾ, വളരെ സോഫ്റ്റ് സ്പോക്കൺ ആയിട്ടുള്ള, എന്നാൽ ഭയങ്കര വിഷണറി ആയിട്ടുള്ള ഒരു മനുഷ്യനായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ദേവൻ എല്ലാവർക്കും ഇഷ്ടമാവും. ദേവനോട് ആർക്കും ഒരു ദേഷ്യമോ കാര്യങ്ങളോ ഒന്നും തോന്നില്ല. ദേവന് പറയാനുള്ള കാര്യങ്ങൾ വളരെ മൈൽഡായിട്ട്, ഇതാണ് എന്റെ ക്യാരക്ടർ, നിങ്ങളിത് ചെയ്തോ. കാരണം ദേവന് വിശ്വാസമാണ് ദേവന്റെ ആക്ടേഴ്സിന്, എനിക്ക് ഇതാണ് വേണ്ടത്, അത് നിങ്ങൾ ചെയ്തോ, ഓക്കെ കഴിഞ്ഞു, അത്രേ ഉള്ളൂ. അപ്പൊ ദേവന്റെ കൂടെ വരയ്ക്കാൻ പറ്റുന്നതും, അതേപോലെ ചിയേഴ്സ് എന്റർടൈൻമെന്റ്, ഇത്രയും നല്ലൊരു പ്രൊഡക്ഷൻ, അടിപൊളി പ്രൊഡക്ഷൻ, ഒരു അതിനെ പറ്റിയിട്ട് ഒരു മോശം പറയാനോ ഒന്നുമില്ല. കിട്ടിയത് അധികമായി പോയിന്നേ പറയാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു പ്രൊഡക്ഷൻ എല്ലാം കൊണ്ടും ധീരൻ ഇറങ്ങാൻ വേണ്ടിയിട്ട് അതിൽ അഭിനയിച്ച ഓരോരുത്തരും, ആ പരിചയ നാട്ടിലുള്ള ഓരോരുത്തരും കാത്തിരിക്കുന്നത്. കാരണം സ്വന്തം സിനിമ എന്നുള്ള രീതിയിലാണ് എല്ലാവരും ധീരനെ വെയിറ്റ് ചെയ്തത്. അതായത് സിനിമയിൽ സ്ക്രിപ്റ്റ് നറേഷൻ ഒക്കെ ഉണ്ടാവാം, പക്ഷെ ഇതൊരു അതിന്റെ ഒരു ഫസ്റ്റ് ഈ സിനിമയെ കുറിച്ച് പൂജയും തൊക്കെ അതിനുശേഷം ഇതിന് മുമ്പാണെന്ന് അറിയില്ല, നമുക്ക് കാണുന്ന ഒരു സംഭവം സ്ക്രിപ്റ്റ് നറേഷൻ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടി റൗണ്ട് ടേബിളിന് ചുറ്റും ഇരുന്നിട്ട് സ്ക്രിപ്റ്റ് റീഡിംഗ് സെഷൻ, അങ്ങനത്തെ എന്തോ ഒരു സംഭവം ഉണ്ടായിരുന്നു. അത് ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു. ദേവദത്ത് ഷാജി ഭീഷ്മപർവ്വമൊക്കെ കഴിഞ്ഞപ്പോൾ നമുക്ക് ആ ഒരു രീതിയിൽ ഫെമിലിയർ ആണല്ലോ. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകിച്ച് ഇപ്പൊ ചിയേഴ്സ് ആണെങ്കിലും ചിയേഴ്സ് ചെയ്ത ഒരു സിനിമയും മോശമായിട്ടില്ല. നമുക്ക് പുതിയ പുതിയ ടെറൈൻസ്, പുതിയ പുതിയ പ്ലോട്ട്സ്, ഇതൊക്കെ നമുക്ക് തരുന്ന എക്സ്പീരിയൻസസ് തരുന്ന ഒരു സിനിമ. ജയ ഹേ പോലെയുള്ള ഒരു സിനിമ നമുക്ക് ഈ കാലഘട്ടത്തിന്റെ ഒരു ആവശ്യമായിരുന്നു. അത് അതിന്റെ ഏറ്റവും എക്സലന്റ് രീതിയിൽ നമുക്ക് തരുകയും ചെയ്തു. അപ്പൊ അത്തരമൊരു ബാനറാണ്. പിന്നെ ദേവൻ ടേക്കിംഗ് ദാറ്റ് ലിബർട്ടി ഫ്രം യുവർ ദേവദത്ത് ഷാജിയുടെ ആ ഒരു പെർഫോമൻസ് നറേഷന്റെ സ്റ്റില്ല് കാണുമ്പോൾ തന്നെ നമുക്കൊരു എക്സൈറ്റ്മെന്റ് തോന്നും ആസ് എ ഫിലിം ലവർ. അപ്പൊ അത്തരം സാധനങ്ങൾ കണ്ടപ്പോൾ തന്നെ നമുക്കൊരു ഇത് പ്രോമിസിംഗ് ആണ് എന്നുള്ളൊരു ഫിലിം. അത് കഴിഞ്ഞ് പിന്നെ സിനിമയെ കുറിച്ച് വരുമ്പോൾ ഓരോന്നും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം. ലൈക്ക് പിന്നെ വരുന്ന ഒരു പ്രൊമോഷൻസ് ആണ് ഞാനാണ് ധീരൻ എന്ന് യങ്സ്റ്റേഴ്സ് പറയുന്നു, ഞങ്ങളാണ് ധീരൻ എന്ന്, അത്തരം പ്രൊമോഷൻ സാധനങ്ങൾ. അപ്പോ ഇതൊക്കെ കാണുമ്പോൾ ഒക്കെ നമുക്കൊരു പ്രോമിസിംഗ് ആണ്. അപ്പൊ ദേവന്റെ കാര്യം പറയുന്ന സമയത്ത് എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു, എങ്ങനെയാണ് ആ ഒരു സെറ്റിൽ അല്ലെങ്കിൽ അദ്ദേഹം കൺസീവ് ചെയ്യുന്ന രീതി എന്നുള്ളതിന്റെ ഒരു പുതുമയും സംഭവങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ദേവന്റെ സ്റ്റോറി ടെല്ലിംഗ് രീതി തന്നെ നല്ല ഇംപ്രസീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എനിക്ക് തോന്നുന്നു ഈ സ്ക്രിപ്റ്റ് നറേഷൻ എന്ന് പറഞ്ഞിട്ട് കുറച്ച് സീനിയേഴ്സ് ആയിട്ടുള്ള എല്ലാവരെയും വിളിച്ചൊരു നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മൾ ഓരോരുത്തരെയും വിളിച്ചിട്ടാണ് സ്ക്രിപ്റ്റ് നറേറ്റ് ചെയ്തത്. അല്ലാണ്ട് സ്ക്രിപ്റ്റിന്റെ ഒരു PDF ഒരു കാര്യങ്ങളോ ഒന്നും നമ്മുടെ കയ്യിൽ തന്നിട്ടില്ല. അതായത് ദേവന്റെ കഥ ദേവൻ പറഞ്ഞിട്ടാണ് നമ്മളിലേക്ക് ആ ഒരു ക്യാരക്ടറിനെ എത്തിക്കുന്നത്. അല്ലാണ്ട് നിങ്ങൾ സ്ക്രിപ്റ്റ് വായിച്ച് പഠിക്കുന്നു പറഞ്ഞൊരു സ്ക്രിപ്റ്റോ കാര്യങ്ങളോ ഒന്നും തന്നിട്ടില്ല. അന്നത്തെ ഓരോരുത്തരും ഈ ഓഡീഷനും കാര്യങ്ങളൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ ഓരോ ക്യാരക്ടേഴ്സിനെയും ഡിഫറെന്റ് ആയിട്ട് വിളിച്ചിട്ട് സ്ക്രിപ്റ്റ് നറേറ്റ് ചെയ്തു. അങ്ങനെയാണ് ഉണ്ടായിരുന്നത്. അതിനുശേഷം നേരെ ഷൂട്ടിംഗ് ആയിരുന്നു. ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് ക്യാരക്ടറിന്റെ ഒരു ഔട്ട്ലൈൻ കാര്യങ്ങൾ ഡയലോഗ്സ് ഒക്കെ ഒന്ന് പറഞ്ഞു തന്നു. പിന്നെ അതെങ്ങനെ അവതരിപ്പിക്കണം എന്നുള്ളതിൽ ദേവന് കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടെങ്കിൽ പോലും നമ്മളെ അതിങ്ങനെ എംഫസൈസ് ചെയ്തിട്ടില്ല. നിങ്ങൾ ഇങ്ങനെ മാത്രമേ ചെയ്തോളൂ എന്നില്ല. ആ ക്യാരക്ടർ നിങ്ങൾക്ക് എങ്ങനെയാ തോന്നുന്നത്, അപ്പൊ നമ്മൾ അതിനൊരു അഭിപ്രായം പറയുമ്പോൾ അങ്ങനെയല്ല, കുറച്ച് ഇതിങ്ങനെയാണ്, നമ്മുടെ ഭാഗത്തിന് മിസ്റ്റേക്ക് വരുമ്പോൾ അത് എന്റെ കാഴ്ചപ്പാടിലെ ജസ്ലിൻ ഇങ്ങനെയാണ് എന്നുള്ളൊരു കാര്യം ദേവൻ പറയുമായിരുന്നു. അതല്ലാണ്ട് ഇങ്ങനെ അഭിനയിക്കണം അങ്ങനെ ഒരുപാട് റീടേക്സോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നല്ലൊരു ക്രൂ ആണ്, നല്ല DOP, നല്ല എഡിറ്റർ, നല്ലൊരു വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരാണ് അവരുടെ കൂടെ നിൽക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ ഒരുപാട് സമയവും കാര്യങ്ങളോ ഒന്നും വേണ്ടി വന്നിട്ടില്ല. പിന്നെ എനിക്ക് തോന്നുന്നു തമിഴ്നാട്ടിലെ ഷൂട്ടിന്റെ സമയത്ത് നമ്മുടെ ആ ഭയങ്കര മഴ പെയ്തിട്ടുള്ള ഒരു കാലഘട്ടമാണ്. തമിഴ്നാട്ടിലൊക്കെ നല്ല മഴ പെയ്ത് ആ ഒരു സമയത്താണ്. എന്നിരുന്നാൽ പോലും അവർ ആ ഒരു ടൈമിനുള്ളിൽ അത് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട്. പിന്നെ ദേവന്റെ ഫാമിലി എല്ലാം നല്ല സപ്പോർട്ടാണ്. അവരെല്ലാവരും സെറ്റ് ഉണ്ടാവും, നാട്ടുകാർ ഒരുപാട് ആൾക്കാർ ഉണ്ടാവും. ശരിക്കും 2000-ഓളം അധികം ആൾക്കാരാണ് ആ ഒരു സീനിൽ ഉണ്ടായിരുന്നത്. നമ്മുടെ ക്ലൈമാക്സിന്റെ ആ ഒരു ഉത്സവം സീനിലൊക്കെ അത് പലതും എനിക്ക് തോന്നുന്നു ദേവൻ ഒരു ഇന്റർവ്യൂ 3 ആളെ മാത്രമേ ജൂനിയർ ആർട്ടിസ്റ്റുകളായിട്ട് ഇറക്കിയിട്ടുള്ളൂ, ബാക്കി മുഴുവൻ നാട്ടുകാരാണ്. ദേവനോടുള്ള സ്നേഹത്തിന്റെ ആ ഒരു റിഫ്ലക്ഷൻ ആണ് നമ്മുടെ സിനിമയിലൂടെ കാണാൻ വേണ്ടി പറ്റുന്നത്. ദേവൻ മാത്രമല്ല നാട്ടുകാർക്ക് വളരെ പ്രിയങ്കരനായിട്ടുള്ള ഒരു വ്യക്തിയാണെന്നാണ് അറിഞ്ഞത്. ഇനി വരാനിരിക്കുന്ന സിനിമകളെ കുറിച്ചൊക്കെ നമ്മൾ 3.5 വർഷമായി കണ്ടിട്ട് എന്ന് പറയുന്നത്, അതിന്റെ ഇടയിൽ തന്നെ നല്ല സിനിമകളുടെ ഭാഗമാവാനുള്ള ഒരു കാത്തിരിപ്പ് ഉണ്ടായിരുന്നു. ശരിക്കും വരുന്ന എല്ലാ അവസരങ്ങളും ഞാൻ എടുത്തിട്ടില്ല. കാരണം
എനിക്ക് ഞാൻ സിനിമേനെ വളരെ ആരാധിക്കുന്ന എനിക്ക് സിനിമയിൽ നിന്ന് പണം ഉണ്ടാക്കി ഭയങ്കര സംഭവമാണെന്നുള്ള ഒരു ആഗ്രഹമില്ല. എനിക്ക് ഇപ്പോഴും ഞാൻ പുറത്തിറങ്ങി കഴിഞ്ഞാൽ എന്നെ ആൾക്കാർ തിരിച്ചറിയണം, എന്റെ കൂടെ ഫോട്ടോ എടുക്കണം, അങ്ങനെ ചിന്തിക്കുന്ന ഒരാളും അല്ല. എനിക്ക് നല്ല, എന്താ പറയാ, എനിക്ക് എന്തോ എന്നിലൊരു വിശ്വാസമുണ്ട്. എനിക്ക് വരുന്ന ക്യാരക്ടേഴ്സ് എനിക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റും എന്നുള്ളൊരു അഹങ്കാരമാവാം, ആത്മവിശ്വാസമാവാം. അപ്പോ അതിനെ ഞാൻ നിരാശപ്പെടുത്താറില്ല. എനിക്ക് നല്ല കഥാപാത്രങ്ങൾ, അത് ഒരു സീനാണെങ്കിൽ പോലും നല്ലൊരു ടീമിന്റെ കൂടെ നല്ല സീൻ എനിക്ക് ചെയ്യണം. അതല്ലാണ്ട് ചുമ്മാ ഒരുപാട് പടങ്ങൾ ചെയ്തിട്ട് ഞാനും ഒരു അഭിനേത്രിയാണ് എന്നുള്ള ഒരു ലേബലിൽ നിൽക്കാൻ താല്പര്യമില്ല. ഇനി ഇതോടുകൂടി എന്റെ സിനിമ കരിയർ കഴിഞ്ഞാലും എനിക്ക് പ്രശ്നമില്ല. കാരണം എനിക്ക് പറയാൻ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. അപ്പൊ നല്ല സിനിമകൾ വരുമ്പോ നല്ല ടീമിന്റെ കൂടെ വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റണം, നല്ല കഥാപാത്രങ്ങൾ ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ് ആഗ്രഹം. വെൽ സെഡ്. കാരണം നമുക്ക് കണ്ട കഥാപാത്രങ്ങളും ഉന്നതമായ കഥാപാത്രങ്ങളും അങ്ങനെ തന്നെയായിരുന്നു നമുക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. ചെറിയ വേഷമാണെങ്കിൽ പോലും പിന്നെ പ്രത്യേകിച്ച് ഈ പരിവാറാണ് ഞാൻ റീസെന്റ് കണ്ടത്. അതിലാണെങ്കിലും ക്യാരക്ടർ കറക്റ്റ് ആയിട്ട് പിടിച്ച് നമുക്ക് അറിയാവുന്ന ഒരാള് എന്നുള്ളത് എനിക്ക് അതേപോലെ തന്നെ ഇവിടെയാണെങ്കിലും ധീരനിലാണെങ്കിലും ചെറിയ ചെറിയ നോട്ടങ്ങള് പോലും ആ രാജേഷുമായിട്ടുള്ള ഒരു കോമ്പിനേഷൻ സീനുകളിൽ ഒരു നോട്ടം, ഇതൊക്കെ കറക്റ്റ് ആണ്. നമുക്ക് എവിടെയൊക്കെയോ നമ്മുടെ ഇടയിലുള്ള ഒരാളുടെ ഒരു ഫീൽ കിട്ടുന്ന മെമ്മറബിൾ ആണ്. കൺവിൻസിംഗ്ലി മെമ്മറബിൾ. വായനയുടെ കാര്യത്തിലൊക്കെ ഒരു ഇൻസ്പിറേഷൻ ഉണ്ടാവാറുണ്ടാവുമല്ലോ അച്ഛന്റെ ഭാഗത്തുനിന്ന്? അങ്ങനെയൊന്നുമില്ല. ഇപ്പോ സമയം ശരിക്കും അങ്ങനെ ഒന്നിനും എനിക്ക് തികയാത്തൊരവസ്ഥയാണ്. മോനെ കാര്യങ്ങള് നോക്കാനുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഓൺലൈനായിട്ട് ഒരു ടീച്ചിങ് പ്ലാറ്റ്ഫോം റൺ ചെയ്യുന്നുണ്ട്. ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റിനും ഫീസൊക്കെ വേണ്ടിയിട്ട് ലേണേഴ്സ് ഫ്രണ്ട്ലി ഞാൻ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോ ടീച്ചിങ് എന്നുള്ളത് എന്റെ ഒരു പ്രൊഫഷൻ ആയിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. സിനിമ എന്നുള്ളത് എന്റെ ഒരു പാഷൻ ആയിട്ടാണ് കണ്ടിട്ടുള്ളത്. അപ്പൊ രണ്ടും ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഇടയിൽ ഇപ്പൊ വായന കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. എന്നാലും സമയം കിട്ടുമ്പോഴൊക്കെ ഇപ്പൊ ഈ ട്രെൻഡിങ് ആയിട്ടുള്ള മോട്ടിവേഷൻ സംഭവങ്ങൾ കൂടുതൽ വായിക്കുക. ഇപ്പൊ ഈ അറ്റോമിക് ഹാബിറ്റ്സ്, പവർ ഓഫ് സബ്കോൺഷ്യസ്, അത് വേണ്ടി ഇപ്പോഴത്തെ ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന സംഭവങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ വായിക്കുന്നുണ്ട്. അതല്ലാണ്ട് വായനയിലേക്ക് അങ്ങനെ കൂടുതലായിട്ട് പോകുന്നില്ല, എഴുത്തിലേക്കും പോകുന്നില്ല ഇപ്പൊ. ആപ്പിന്റെ കാര്യം എന്ന് പറയുന്നത് ഓൺടർപ്രണർഷിപ്പ് പരിപാടി ഇപ്പൊ എനിക്ക് തോന്നുന്നു അന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു തോന്നുന്നു. വെൻ യു ആർ ടോക്കിംഗ് ദാറ്റ് ടൈം എപ്പോഴും എനിക്കിത്, പക്ഷെ ഞാൻ പിന്നെ എന്റെ മനസ്സിൽ നിന്ന് പോയത്. ലേണേഴ്സ് ഫ്രണ്ട്ലി എന്നാണ് എന്റെ പ്ലാറ്റ്ഫോമിന്റെ പേര്. ഞങ്ങൾക്ക് അതിന് വെബ്സൈറ്റ് ഉണ്ട്. വെബ്സൈറ്റ് ത്രൂ ആണ് ചെയ്യുന്നത്. അപ്പൊ എനിക്ക് എന്റെ സ്റ്റുഡൻസ് ആയിട്ട് 21 വയസ്സ് മുതൽ 55 വയസ്സ് വരെയുള്ള ആൾക്കാരുണ്ട്. ടീച്ചേഴ്സ് ആണ് കൂടുതലും. സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റിന്റെ ട്രെയിനിങ് ആണ് കൊടുക്കുന്നത്. പിന്നെ പി എസ് സി ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ. അപ്പൊ എന്റെ അടുത്ത് പഠിച്ചിട്ട് ഇപ്പൊ ഗവൺമെന്റ് സർവീസിൽ HSC ഒക്കെ കയറിയിട്ടുള്ള ആൾക്കാരുണ്ട്. എനിക്ക് പി എസ് സിക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമില്ല, ഗവൺമെന്റ് സർവീസിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമില്ല. അപ്പൊ ഞാൻ പഠിപ്പിച്ചിട്ട് സർവീസിലേക്ക് ആൾക്കാരെ കയറ്റാൻ എനിക്ക് താല്പര്യം. കാരണം എന്റെ ഫാമിലിയിൽ കൂടുതൽ ആൾക്കാർ ഗവൺമെന്റ് സർവീസിലായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് എനിക്ക് താല്പര്യമില്ലാത്തത്. കൂടുതൽ ആൾക്കാർ സർവീസിലായതുകൊണ്ട് ഞാൻ ഒന്ന് ഔട്ട് ഓഫ് ദ ബോക്സ് ചിന്തിക്കാന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ശരിക്കും കോവിഡിന് ശേഷമാണ് ഈ ഓൺലൈൻ ആയിട്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന് മുമ്പ് ഞാനൊരു ഗവൺമെന്റ് സ്കൂളിൽ തന്നെ ഗസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യായിരുന്നു. ഹയർ സെക്കൻഡറിയിലായിരുന്നു, ടീച്ചറായിട്ട് വർക്ക് ചെയ്യായിരുന്നു. പിന്നെ കോവിഡ് വന്ന സമയത്താണ് ഓൺലൈൻ ആയിട്ട് ഈ ലേണേഴ്സ് ഫ്രണ്ട്ലി എന്ന് പറഞ്ഞിട്ട്, അന്ന് വാട്സപ്പിൽ ജസ്റ്റ് ക്ലാസ് കൊടുക്കുമായിരുന്നു. അന്നേരം അത്യാവശ്യം സ്റ്റുഡൻസ് വന്നു. ആ ഒരു സമയത്ത് തന്നെ എനിക്ക് 100% റിസൾട്ട് കിട്ടി. ആ ഒരു ഫസ്റ്റ് വർഷം തുടങ്ങിയ സമയത്ത് അത് നല്ല വാർത്തയൊക്കെ ആയി. അപ്പൊ അതിനുശേഷം കൂടുതൽ സ്റ്റുഡൻസ് കാര്യങ്ങളൊക്കെ വരാൻ വേണ്ടി തുടങ്ങി. ഇപ്പോഴും നല്ല രീതിയിൽ കൊണ്ടുപോകുന്നു ലേണേഴ്സ് ഫ്രണ്ട്ലിയിൽ. ഒരുപാട് മഷ്റൂം ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു ഈ പോസ്റ്റ് കോവിഡ്. എവറി ഇൻഡിവിജ്വൽ ക്യാൻ ബി എ ട്യൂട്ടർ. പക്ഷെ ഇത്തരം സസ്റ്റെയിൻ ചെയ്ത് പോയിട്ടുള്ളതും അതിൽ നിന്ന് റിസൾട്ട് ഉണ്ടായിട്ടുള്ളതും കുറച്ച് പേരേ ഉള്ളൂ. അപ്പോൾ സോ ദാറ്റ് വേ ഇറ്റ്സ് വെരി ഇൻസ്പയറിങ്. ഞാനിത് ലേണേഴ്സ് ഫ്രണ്ട്ലി തുടങ്ങുന്ന സമയത്ത് എനിക്ക് പേഴ്സണലി പറയുകയാണെങ്കിൽ എനിക്ക് അമ്മയ്ക്കൊരു സർജറി ആവശ്യമുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ഒരു എമൗണ്ട് നമുക്ക് കൊടുക്കണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ അമ്മയാണ് ശരിക്കും ഞാനിപ്പോ ഇവിടെ ഇരിക്കാൻ കാരണം. എല്ലാത്തിലും അമ്മയാണ് പഠിപ്പിച്ചത്, ഡാൻസിന്റെ തൊട്ടത് മൊത്തം അമ്മയാണ്. അമ്മ ഗവൺമെന്റ് ലീഡർ ആയിരുന്നു, പബ്ലിക് പ്രോസിക്യൂട്ടർ ആയിരുന്നു. അപ്പൊ എനിക്ക് ഈ ക്ലാസ് തുടങ്ങാനുള്ള ഒരു ആവശ്യകത ഞാൻ ചിന്തിച്ചത് എനിക്ക് എന്തെങ്കിലും തിരിച്ച് അമ്മയുടെ സർജറിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യാം. അപ്പൊ ഞാൻ അമ്മേന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, അമ്മ ഞാനിപ്പോ ഈ ക്ലാസ് തുടങ്ങുന്നത് എന്റെ ആവശ്യം ഇതാണെന്ന് പറഞ്ഞപ്പോ അമ്മ പറഞ്ഞു എന്റെ അടുത്ത്, നീ എനിക്ക് പൈസ ഒന്നും തന്ന് സഹായിക്കേണ്ട ആവശ്യമില്ല. സർജറിയുടെ കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, എങ്ങനെയാ നടത്തേണ്ടതെന്നുള്ള ഞാൻ കണ്ടിട്ടുണ്ട്.
അപ്പൊ നീ പണത്തിന് വേണ്ടിയിട്ട് കാശ് കൊടുക്കരുത്, അങ്ങനെ കാശ് കൊടുക്കരുത്, ട്രെയിൻ ചെയ്യിപ്പിക്കാണ്ട് അത് മുന്നിൽ കണ്ട് ചെയ്യിക്കാണ്ട് റിസൾട്ടിന് വേണ്ടിയിട്ട് എപ്പോഴും ശ്രമിക്കണം. അതല്ലാണ്ട് നീ എനിക്ക് പൈസ തരേണ്ട ആവശ്യമില്ല എന്ന് അമ്മ പറഞ്ഞിട്ടാണ്. അപ്പൊ ഈ പറഞ്ഞിട്ട് ഏകദേശം ഒരു 1 വീക്കിനുള്ളിൽ അമ്മ പെട്ടെന്ന് പോയി. അമ്മ കൊലാപ്സ് ആയിട്ട് അമ്മ അങ്ങ് പോയി. അപ്പോ ആ സമയത്ത് ഞാൻ ക്ലാസ് തുടങ്ങിയിട്ട് ഒരാഴ്ച ആയതേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് റെക്കോർഡഡ് ക്ലാസ്സസ് ആണ്. ഞാൻ ഓൺ വോയിസ് റെക്കോർഡ് ചെയ്തിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. ഞാൻ പെട്ടെന്നുള്ള ആ ഒരു ഇതിൽ എനിക്ക് എന്റെ ലോകം മൊത്തം അവസാനിച്ച ഒരു അവസ്ഥയായിരുന്നു. പക്ഷെ എനിക്ക് ക്ലാസ് റെക്കോർഡ് ചെയ്യാനും പറ്റുന്നില്ല. ഭയങ്കര ഫുൾ ടൈം കരച്ചിലായിരുന്നു. എന്നിരുന്നാൽ പോലും ഞാനൊരു 1 വീക്കിനുള്ളിൽ ക്ലാസ് റീസ്റ്റാർട്ട് ചെയ്തു. ഓഡിയോ ക്ലാസ് ആണ്. കുറച്ച് നേരം റെക്കോർഡ് ചെയ്യും, പിന്നിരുന്ന് കരയും, അങ്ങനെയൊക്കെ ആയിരുന്നു എന്റെ ആ ഒരു സമയത്ത്. പക്ഷെ എന്നെ മുന്നോട്ട് നയിച്ചത് ആ സമയം ഞാൻ ക്ലാസ് തുടങ്ങി എന്നുള്ളൊരു കാര്യം തന്നെയായിരുന്നു. കാരണം എന്റെ മുന്നിൽ ഒരു ആവശ്യം ഉണ്ടായിരുന്നു. എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന കുറച്ച് സ്റ്റുഡൻസ് ഉണ്ട്, അവർക്ക് വേണ്ടിയിട്ട് ക്ലാസ് എടുത്ത്. അപ്പൊ ആ ഒരു പെട്ടെന്നുള്ളൊരു ഷോക്കിൽ നിന്നും എനിക്കൊന്ന് ലിഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഈ ക്ലാസ് എന്നെ സഹായിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ എന്റെ ആ ഒരു അവസ്ഥ മനസ്സിലാക്കിയതുകൊണ്ട് ആ സമയത്ത് സ്റ്റുഡൻസ് കൂടെ നിന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവര് 12 മണിക്ക് 2 മണിക്ക് ഇരുന്ന് പഠിച്ചിട്ടുള്ള ആൾക്കാരുണ്ട്. കാരണം അവർ എന്നെ പറ്റി ആലോചിക്കും. ടീച്ചർ ഇത്രയും വിഷമത്തിന്റെ ഇടയിലാണ് ഞങ്ങൾക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നത്, നമ്മൾ എക്സ്ക്യൂസ് പറയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അവരും പഠിച്ച് അങ്ങനെയാണ് ആ ടൈം ക്ലിയർ ചെയ്തിട്ട്. അപ്പൊ അവരോട് എനിക്ക് പറയാനുണ്ട്, അപ്പൊ ലേണേഴ്സ് ഫ്രണ്ട്ലി നമ്മളിപ്പോഴും അങ്ങനെ വലിയൊരു ഫീസ് വാങ്ങിയിട്ടൊന്നും അല്ല റൺ ചെയ്യുന്നത്. ലേണേഴ്സ് ഫ്രണ്ട്ലി, സ്റ്റുഡൻസിന് ഫ്രണ്ട്ലി ആയിട്ടുള്ള, അവരുടെ അറ്റ്മോസ്ഫിയറിനനുസരിച്ച് അവരുടെ ടൈമിങ്ങിനനുസരിച്ചിട്ട് അവർക്ക് പഠിക്കാൻ വേണ്ടി പറ്റും. അവർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഫീസ്. ഇത് ബിസിനസ് എന്നുള്ള രീതിക്ക് ഞാൻ ഇപ്പോഴും സിനിമയും കണ്ടിട്ടില്ല, എന്റെ ഒരു പ്രൊഫഷനെയും കണ്ടിട്ടില്ല. അത് പറയുമ്പോൾ തന്നെ ആ ഒരു വിഷനും അത് എന്തുകൊണ്ടാണ് അത് ആ ഒരു റിസൾട്ട് ഓറിയന്റഡ് ആയതുകൊണ്ടാണ് അത് ഇത്രയും സസ്റ്റെയിൻ ചെയ്യണതും അതിന്റെ ഒരു യുനോ ആ ഒരു സാങ്ക്ടിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതെന്ന് തോന്നുന്നു. അത് പറയുമ്പോൾ നമ്മൾ അന്ന് ചരൺ വിനായകിന്റെ സ്റ്റുഡിയോന്റെ കാര്യങ്ങളും സൗണ്ട് എഞ്ചിനീയറിംഗിന്റെ കാര്യങ്ങളും കൂടി ആയിരുന്നു. ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഓർക്കായിരുന്നു. അപ്പോ ഇപ്പൊ എങ്ങനെയാണ്, കൊച്ചിയിലാണല്ലേ സ്റ്റുഡിയോ? എങ്ങനെയാണ് ഇപ്പൊ കാര്യങ്ങളൊക്കെ? കൊച്ചിയിലാണ്. ഞങ്ങൾ കണ്ണൂരിൽ നിന്ന് അത് വിട്ടിട്ട് കൊച്ചിയിലേക്ക് വന്നു. ഹസ്ബൻഡ് ചരൺ വിനായക് സൗണ്ട് ഡിസൈനർ ആണ്. ഇപ്പൊ ഇൻഡിപെൻഡന്റ് ആയിട്ട് തന്നെ പടം ചെയ്യാൻ വേണ്ടി തുടങ്ങി. ഇപ്പോ കന്നഡയിലൊരു ഒരു പടം ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ മലയാളത്തില് ജീവൻ എന്നുള്ള പടം ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പൊ ഇറങ്ങിയിട്ടുള്ള സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ, അങ്ങനെ ഒരുപാട് പടങ്ങളില് അസിസ്റ്റന്റ് ആയിട്ട് സൗണ്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്തിട്ടുള്ളത് ജീവനും പിന്നെ ഭുവനംഗഗനുമാണ്. ഇനിയിപ്പോ കുറച്ച് Z5-ന് വേണ്ടിയിട്ടുള്ള വെബ് സീരീസ് ഒക്കെ ചെയ്തിട്ടുണ്ട്, അങ്ങനെ ഇറങ്ങാൻ പോകുന്നു. ഹസ്ബൻഡിന്റെ കരിയർ കൊണ്ടുപോകുന്നുണ്ട്. ഷൂട്ടിങ്ങിന്റെ കാര്യത്തിലൊക്കെ ഫുൾ സപ്പോർട്ടാണ്, എന്റെ കൂടെ വരും. മോന്റെ മുഴുവൻ കാര്യങ്ങളായിട്ടാണ് ഷൂട്ടിങ്ങിന്റെ സമയത്ത് നോക്കുക. റൂമിൽ ഇരുന്നിട്ട് ആ സമയത്ത് വർക്ക് ചെയ്യും. പിന്നെ മോനും നല്ല സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു മോനാണ്. അവനും ചെറുപ്പം തൊട്ടേ ലൊക്കേഷനിലേക്കൊക്കെ വന്നിട്ട് കാര്യങ്ങൾ അറിയാം. ഇന്നലെ എന്റെ അടുത്ത് ചോദിച്ചു, അമ്മയ്ക്ക് എന്താ ഇപ്പൊ ഷൂട്ടിംഗ് ഇല്ലാത്ത? എനിക്ക് ലൊക്കേഷനിൽ പോകണമായിരുന്നു. അവനും ഒരുപാട് ആൾക്കാരൊക്കെ അവനും അത് എൻജോയ് ചെയ്യുന്നുണ്ട്. മോന്റെ പേര് തനൈ വാഗ്ദേവ് എന്നാണ്. 3.5 വയസ്സായി. നൈസ്. ഞാൻ ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയയിൽ നമുക്ക് ഫോളോ ചെയ്യുമ്പോൾ ചില അപ്ഡേറ്റ്സ് കിട്ടും. ആ തുടർച്ചയിലാണ് ഞാൻ ചോദിച്ചത്. അപ്പൊ ധീരന്റെ ഫീഡ്ബാക്കുകളൊക്കെ വരുന്നുണ്ടാവുമല്ലോ, ഫ്രണ്ട്സും ഫിലിം ഫ്രറ്റേണിറ്റിയിലുള്ള ആളുകളൊക്കെ. ധീരൻ ഇപ്പൊ ശരിക്കും റിലീസ് ആയിട്ടൊരു 3 ദിവസം ആയിട്ടുള്ളൂ. അപ്പൊ തന്നെ നല്ല റെസ്പോൺസ് ആണ് വരുന്നത്. ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഇത് കുറച്ചൊക്കെ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ധീരനിലൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ആ പ്രതീക്ഷ പോലെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പൊ എല്ലാ ഭാഗത്തുനിന്നും നല്ല റെസ്പോൺസസ് കേൾക്കുമ്പോൾ സന്തോഷമുണ്ട്. പിന്നെ നാട്ടിൽ നിന്നൊക്കെ ആണെങ്കിലും ഫ്രണ്ട്സൊക്കെ അവർ ഫ്രണ്ട്സിനൊക്കെ കൂട്ടിപ്പോയി തിയേറ്ററിൽ കാണിച്ചു കൊടുക്കുന്നൊക്കെ വളരെയധികം സന്തോഷമുണ്ട്. ഓരോ പ്രാവശ്യവും സ്ക്രീനിൽ കാണുമ്പോൾ നമുക്ക് വളരെ സന്തോഷമാണ്. ആ ഒരു പെർഫോമൻസ് ബിഹേവിയർ കാണുമ്പോൾ നമുക്ക് ഒരുപാട് സാധ്യതയുള്ളൊരു ഒരു ആക്ടറായിട്ട് തോന്നാറുണ്ട്. അതെങ്ങനെ സംഭവിക്കട്ടെ. എല്ലാ ആശംസകളും. താങ്ക് യു സോ മച്ച്. അപ്പൊ ഇനിയും എനിക്ക് ഇന്റർവ്യൂലേക്ക് വരാൻ പറ്റട്ടെ, അപ്പൊ അതിനനുസരിച്ചുള്ള ക്യാരക്ടറുകൾ വരട്ടെ എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു.